ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ട കമന്റ്സ് ആണ് ഇതൊക്കെ. ഈ കമന്റ്സ് കണ്ടിട്ട് ശരിക്കും എനിക്ക് 1% പോലും വിഷമം വന്നിട്ടില്ല. വിഷമം വരാത്തതിന്റെ ഏക കാരണം മേ ബി ചാച്ചൻ തന്നെയായിരിക്കും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് കല്യാണം കഴിച്ചവരാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്റെ ലൈഫിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്തത്, സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ല ശരിക്കും ജീവിതം. സെക്ഷൽ റിലേഷൻ ലിവിംഗ് ടുഗദർ ആണ് വിഷയം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണാനിടയായി. കുറച്ചു കാലം ലിവിംഗ് ടുഗദർ ആയി ജീവിച്ച ശേഷം കല്യാണം കഴിച്ച രണ്ടുപേരുടെയും റീലായിരുന്നു അത്. സാറ ജോസഫ് ആൻഡ് അജിൻ റിച്ച്. ഇവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ലിവിംഗ് ടുഗദർ ആയി ജീവിക്കുന്നവരെ സമൂഹം എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇന്ന് നമ്മുടെ സൊസൈറ്റി പൂർണ്ണമായി അംഗീകരിക്കാത്ത ഒരു സംഭവമാണ് ഈ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത്. അതിന് ഓരോരുത്തർക്കും അതിന്റേതായ കാരണങ്ങളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തിൽ ഓരോന്നിനും അതിന്റേതായ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. അതിപ്പോ ലിവിംഗ് ടുഗദർ ആണെങ്കിലും വിവാഹ ജീവിതമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. രണ്ടും പെർഫെക്റ്റ് അല്ല, രണ്ടും വളരെ മോശമാണെന്നും പറയാൻ പറ്റില്ല. സമൂഹത്തിന് അംഗീകാരം ഉള്ളത് കൊണ്ടും പിന്നെ കാലങ്ങളായി എല്ലാവരും പിന്തുടർന്ന് പോരുന്ന ഒരു സംഗതി ആയതുകൊണ്ടും വിവാഹ ജീവിതത്തിന് സമൂഹത്തിൽ ഒരു വൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ട്. ഈ ഒരു ആക്സെപ്റ്റൻസ് ലിവിംഗ് ടുഗദറിന് കിട്ടിയിട്ടില്ല. കാരണം ഇതൊരു പുതിയ പരിപാടിയാണ്. ഒരു പുതിയ സംഭവം വരുമ്പോൾ ആളുകൾ അത് അത്ര പെട്ടെന്നും അംഗീകരിക്കൂലല്ലോ. മാത്രമല്ല വിവാഹത്തെ ഒരു പരിശുദ്ധമായ സംഗതിയായി കാണുന്നവരാണ് നമ്മൾ. അതൊരു ഉടമ്പടിയാണ്. പക്ഷെ ലിവിംഗ് ടുഗദറിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഇമ്മോറൽ പരിപാടിയായിട്ടാണ് ആളുകൾ അതിനെ നോക്കി കാണുന്നത്. കാമം തീർക്കാനുള്ള ഒരു വഴി എന്ന നിലക്കാണ് പലരും ലിവിംഗ് ടുഗദറിനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ സാറ ജോസഫിന്റെയും അജിൻ ചെറിയുടെയും കാര്യം എടുത്തു കഴിഞ്ഞാണെങ്കിൽ കുറച്ചു കാലത്തെ ലിവിംഗ് ടുഗദറിന് ശേഷം അവർ കല്യാണം കഴിച്ചു. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്രയും കാലം വ്യഭിചരിക്കുകയായിരുന്നില്ലേ, കള്ളവെടി വെക്കുകയായിരുന്നില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ ഇവരുടെ റീലുകൾക്ക് താഴെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കമന്റുകൾക്കൊക്കെ ഒരു മറുപടി കൊടുക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെ മറുപടി അവർ ചെയ്തു കഴിഞ്ഞ വീഡിയോ ഇന്ന് വൻ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടുനോക്കാം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ട കമന്റ്സ് ആണ് ഇതൊക്കെ. ഈ കമന്റ്സ് കണ്ടിട്ട് ശരിക്കും എനിക്ക് 1% പോലും വിഷമം വന്നിട്ടില്ല. ഇവർക്ക് വിഷമം വരാത്തതിന്റെ കാരണം മറ്റൊന്നല്ല, ഇവർ രണ്ടുപേരും ലിവിംഗിന് ശേഷം കല്യാണം കഴിച്ചു, നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവരുടെ റീലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണമെങ്കിൽ 1-2 റീൽസ് ഞാൻ പ്ലേ ചെയ്യാം. ഞങ്ങള് ലിവിംഗിൽ നിൽക്കാൻ ഈ വീടെടുത്ത ടൈമിൽ ഈ വീട്ടിലൊന്നുമില്ലായിരുന്നു, ഞാനും ചാച്ചനും മാത്രം. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്ന് കൂട്ടി വെച്ചുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇപ്പൊ പറയുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷെ അത്ര ഈസി അല്ലായിരുന്നു ആ ടൈമൊക്കെ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇന്ന് എന്റെ വർക്കിംഗ് ഡേ ആണ്, ചാച്ചൻ ഇന്ന് ഓഫാണ്. അപ്പൊ രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ വരും. അപ്പൊ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്ക പുഴുങ്ങിയതും മുട്ടയായിരുന്നു. അപ്പൊ പിന്നെ അത് വെച്ച് ഞാൻ പിന്നെ അപ്പൊ എല്ലാം ക്ലീൻ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഇന്നലെ തൊട്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ക്ഷീണം. അപ്പൊ രാവിലെ എണീറ്റപ്പോ ഒരു നാരങ്ങളും ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചാൽ മാത്രം എനിക്ക് ഓർമ്മ. ഒരു ദിവസം 24 മണിക്കൂറുണ്ടല്ലോ, എന്റെ 23 മണിക്കൂറും ചാച്ചൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. 1 മണിക്കൂറും എല്ലാം ചിലപ്പോൾ സീരിയസ് ആയിട്ട് ഇരുന്നായിരുന്നു. പിന്നെ എന്റെ കൂടെ വന്നാൽ പിന്നെ കുറെ ജോലിയൊക്കെ ചാച്ചനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചാച്ചന്റെ വീട്ടിൽ അമ്മ ഇങ്ങനെ ഓമനിച്ച് വളർത്തിയതാ. പക്ഷെ എന്റെ കൂടെ വന്നാൽ പിന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയിട്ടാണ്. ഞാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എനിക്ക് ബോക്സിലൊക്കെ ആക്കി തരും. ഞാൻ കുളിക്കാൻ കയറിയ ടൈം കൊണ്ട് ആശാൻ തന്നെ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. ഓഫുള്ളപ്പോൾ എനിക്ക് വീട്ടിലിരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. വഴി ഫുള്ള് പൊടിയായതുകൊണ്ടാണ് ചാച്ചൻ കണ്ണാടി വെച്ചിരിക്കുന്നത്. എന്റെ പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്നൊരു വീക്ക് ഓഫ് ഒക്കെ എടുത്ത് നല്ലപോലെ റെസ്റ്റ് ഒക്കെ എടുത്തു. അപ്പൊ വൈകിട്ടായപ്പോ ചാച്ചൻ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു വൈകിട്ട് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് പോവാന്ന്. ഞങ്ങൾ ലിവിംഗിൽ ഉണ്ടായിരുന്ന ടൈം തൊട്ടേ ഞങ്ങൾ കുറച്ച് ക്വാളിറ്റി ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് ഓഫുള്ള ദിവസമൊക്കെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കുറച്ചു നേരം വെളിയിലൊക്കെ പോയി എവിടെയെങ്കിലും പീസായിട്ടൊക്കെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ വെളിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഒത്തിരി സംസാരിക്കുന്ന സമയം ചാച്ചൻ കേട്ടിരിക്കും. പ്രത്യേകിച്ച് എന്റെ പീരീഡ്സ് ടൈമിലൊക്കെ ചാച്ചൻ ഇങ്ങനെ വെളിയിലൊക്കെ എപ്പോഴും എന്നെ കൊണ്ടുപോകാറ്. കണ്ടല്ലോ, ഈ ഹാപ്പിനെസ് റിയൽ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്താണെന്ന് വെച്ചാൽ റീലുകളിൽ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതമെന്ന് ഞാനായിട്ട് ആർക്കും ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മുടെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഈ റീലുകളിൽ കാണുന്ന പോലെ തന്നെയാണ് ഇവരുടെ യഥാർത്ഥ ജീവിതമെന്ന് നമുക്ക് വിശ്വസിക്കാം. കല്യാണം കഴിഞ്ഞതിന് ശേഷവും പണ്ട് ലിവിംഗിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ വൈബിൽ തന്നെ ജീവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾ വന്നാലും ഇവർക്ക് ഒട്ടും ഏൽക്കാത്തത്. കാരണം ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ലല്ലോ, അവർ ലീഗലായി കല്യാണം കഴിച്ചു. സോ ഇനിയിപ്പോ നിങ്ങൾ പണ്ട് ലിവിംഗ് ആയിരുന്നില്ലേ, വ്യഭിചാരമായിരുന്നോ പണി എന്നൊന്നും ഇനി ആരും ചോദിച്ചിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ചതോടെ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിപ്പോയി. പക്ഷെ ഇവര് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല അവസ്ഥ. കുറച്ചു കാലം ലിവിംഗ് ടുഗദർ ആയി ജീവിച്ച ആളുകൾ പിന്നീട് പിരിയുമ്പോൾ അത് സമൂഹം നല്ലോണം ആഘോഷിക്കും. കല്യാണം കഴിച്ചതിന് ശേഷം ഡിവോഴ്സ് ആയാൽ പോലും ഇത്ര കുഴപ്പമുണ്ടാവില്ല. 1000-കണക്കിന് ഡിവോഴ്സുകൾ ഇവിടെ നടന്നാലും കുഴപ്പമില്ല. പക്ഷെ ലിവിംഗിലായിരുന്നവർ പിന്നീട് പിരിയുമ്പോൾ ആളുകൾ കൈകൊട്ടിച്ചിരിക്കും. കാരണം ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ ക്രൈം ആയിട്ടാണ് പലരും കാണുന്നത്. നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് കപ്പിൾസിൽ എന്താണ് തുടർന്ന് പറയാനുള്ളതെന്നുള്ളതൊന്ന് കേട്ടോക്കാം. വിഷമം വരാത്തതിന്റെ ഏക കാരണം മേ ബി ചാച്ചൻ തന്നെയായിരിക്കും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് കല്യാണം കഴിച്ചവരാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്റെ ലൈഫിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്തത്, സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ല ശരിക്കും ജീവിതം. സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു താൽക്കാലിക സുഖം മാത്രമാണ്.
അപ്പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. ജീവിതത്തിൽ സെക്സിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷേ സെക്സ് മാത്രമല്ല ജീവിതം. ഒരു റിലേഷൻഷിപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയി പോകണമെന്നുണ്ടെങ്കിൽ അത്യന്താപേക്ഷിതമായി ഉണ്ടാവേണ്ട ഒന്നാണ് ഈ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും സെക്സിനും അപ്പുറത്തേക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, ഇമോഷണൽ സപ്പോർട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരാളുടെ കൂടെ ജീവിച്ചാൽ മാത്രമേ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അല്ലെ. അവിടെയാണ് ലിവിംഗ് ടുഗദർ എന്ന ആശയത്തിന് പ്രസക്തി ഏറുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും ലിവിംഗ് ടുഗദർ പ്രിഫർ ചെയ്യുന്നത്. കേവലം ഒരാളെ പ്രണയിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളെ കല്യാണം കഴിച്ചു അയാളുടെ കൂടെ ജീവിതകാലം മുഴുവനും ജീവിക്കാമെന്ന് തീരുമാനിക്കാനാവില്ല. കല്യാണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് അയാളുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചു നോക്കണം എന്നൊരാൾ തീരുമാനിക്കുന്നിടത്താണ് ലിവിംഗ് ടുഗദർ ഉണ്ടാവുന്നത്. പ്രണയം റൊമാൻറ്റിക് ആണ്. പ്രണയത്തിലാകുമ്പോൾ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുക പ്രയാസമാണ്. കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്വഭാവം പുറത്തു വരത്തുള്ളൂ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഒന്നും അങ്ങനെ കുറെ കാലം നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ല, എത്ര അടക്കി പിടിച്ചാലും കുറച്ച് കഴിഞ്ഞാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പുറത്തു വരും. സോ അങ്ങനെ വരുമ്പോൾ ഇയാളെ ലൈഫ് ലോങ് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം മറ്റാൾക്ക് എടുക്കാൻ കഴിയും. സോ ഈ പ്രണയത്തിൽ നിന്നും ലിവിംഗ് ടുഗദറിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കും. പിന്നെ അറേഞ്ച്ഡ് മാരേജിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, അതൊരു ഗാംബ്ലിംഗ് ആണ്. ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആക്ച്വലി പ്രണയമാണെങ്കിലും ലിവിംഗ് ടുഗദർ ആണെങ്കിലും അതും ഒരു ഗാംബ്ലിംഗ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങളും അനിശ്ചിതാവസ്ഥ നിറഞ്ഞ സാധനങ്ങളാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഇതിനെല്ലാം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇതിപ്പോ നല്ലപോലെ കൈകാര്യം ചെയ്ത് കൊണ്ട് നടന്നാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ലിവിംഗ് ടുഗദർ ആണെങ്കിലും അടിപൊളിയായിരിക്കും. അല്ല വെടക്കാണെങ്കിലോ എല്ലാം വെടക്കാവും. നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഇതിനെല്ലാം ഔട്ട്കം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു താൽക്കാലിക സുഖം മാത്രമാണ്. ആ സുഖത്തിന് വേണ്ടി നമ്മൾ ലിവിംഗ് താമസിക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നുമില്ല. അതൊക്കെ നമുക്കിപ്പോ എവിടെ വേണമെങ്കിലും പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രത്തോളം അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കാലം. അതേ കുട്ടി പറഞ്ഞത് പോയിന്റാണ്. ഈ കാലത്ത് സെക്സിന് വേണ്ടി മാത്രമാണ് ആളുകൾ ലിവിംഗ് ടുഗദർ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇന്ന് സെക്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലൊന്നുമല്ല. വിവാഹത്തിന് ശേഷം സെക്സ് എന്ന സങ്കല്പമൊക്കെ പണ്ടേ ഇല്ലാതായി കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് തന്നെ സെക്സ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിനിപ്പോ ലിവിംഗ് ടുഗദർ ആവണമെന്നൊന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെ പരസ്പരം സെക്സ് ചെയ്യുന്ന കാലമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്. കോളേജ് എന്ന് ഞാനൊരു സമാധാനത്തിന് പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇതിൽ ഏർപ്പെടുന്നുണ്ട്. കുട്ടികൾക്കൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ പേടിയില്ല. എല്ലാവരും എന്തിനും റെഡിയാണ്. സത്യം പറഞ്ഞാൽ ലിവിംഗ് ടുഗദർ ഒന്നുമല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോ വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സംഗതിയല്ലേ. ഒന്നില്ലെങ്കിലും പ്രായപൂർത്തിയായ രണ്ടുപേരാണ് ലിവിംഗ് ചെയ്യുന്നത് എന്നെങ്കിലും വെക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, സ്കൂൾ കുട്ടികൾ പോലും പേടിയില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും പരിഹാരം കാണേണ്ടതും. പണ്ടും എല്ലാവർക്കും ഈ വികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു. സാഹചര്യം കുറവായിരുന്നു. എന്നാൽ ഇന്ന് ആർക്കും പേടിയില്ലാതായി. മാത്രവുമല്ല സാഹചര്യങ്ങളും സൗകര്യങ്ങളും കൂടുകയും ചെയ്തു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ പാരന്റ്സിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ്. പണ്ടത്തെ പാരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്നത്തെ പാരന്റ്സ് ഭയങ്കര ലിബറൽ ആണ്. ഞാനിപ്പോ ഇതെങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഇവിടെ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണെന്നും കരുതണ്ട. ഇങ്ങനെയും ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നും പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന പാരന്റ്സിന്റെ സ്വഭാവത്തിലെ മാറ്റമാണെങ്കിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിലൂടെയും ഒക്കെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. എല്ലാറ്റിനും ഉള്ളതുപോലെ ഇതിനും നെഗറ്റീവ് വശമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ബാക്കിയുടെ ഉണ്ടോക്കാം. അത്രത്തോളം അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കാലം. പക്ഷെ നമുക്ക് മാനസികമായിട്ട് ഒരാളുടെ അടുത്ത് അടുക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിച്ചു തുടങ്ങണം. ഞങ്ങൾ ലിവിങ്ങിലല്ലായിരുന്നെങ്കിൽ മേ ബി ഞാനും ചേച്ചനും ഇന്ന് കല്യാണം കഴിക്കില്ലായിരുന്നു. ഞങ്ങൾ അത്രത്തോളം അടുത്തത് ഞങ്ങൾ ലിവിങ്ങിൽ നിന്നതിന് ശേഷമാണ്. എന്നും പറഞ്ഞ് എല്ലാവരും ലിവിങ്ങിൽ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ലിവിംഗ് ടുഗദർ ഒരു തെറ്റാണ്. ലിവിംഗ് ടുഗദർ നിൽക്കുന്നത് ഇതിനു വേണ്ടിയാണ് ചിന്തിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട്. ഇത്രയും ആൾക്കാർ പ്രേമിച്ചതിന് ശേഷം ബ്രേക്കപ്പ് ആവുന്നു. ചിന്തിച്ചാൽ എല്ലാം ഒരുപോലെ തന്നെയാണ്. അതാണ്, എല്ലാം ഒരുപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ. പിന്നെ കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു കരാറും കൂടിയാണ്. സോ കുറച്ചുകൂടെ സുരക്ഷിതത്വം ഉണ്ടാവും. പക്ഷെ ലിവിംഗ് ടുഗദറിലാകുമ്പോൾ ആർക്കും എപ്പോഴും ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി പോകാം. ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ അഥവാ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രഗ്നന്റ് ആക്കിയിട്ട് മറ്റാൾ ഒഴിവാക്കി പോയാൽ ഒന്നും ചെയ്യാൻ കഴിയൂല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി കൊടുക്കാൻ മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള പരാതികൾക്കാണെങ്കിൽ ഇപ്പൊ യാതൊരു വിലയുമില്ല. ഇനി വിവാഹത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം പക്ഷെ ഇങ്ങനെ പ്രഗ്നന്റ് ആക്കി കഴിഞ്ഞാൽ ഒഴിവാക്കി പോകാൻ കഴിയൂല. അഥവാ അങ്ങനെ പോയാൽ നിയമത്തിന്റെ സംരക്ഷണം നമുക്കുണ്ടാകും. ഒഴിവാക്കി പോയാലും ഇവിടെ ചെലവിന് കൊടുക്കേണ്ടി വരും. പക്ഷെ ലിവിംഗ് ടുഗദറിൽ ആ ഒരു നിയമത്തിന് പരിരക്ഷ കിട്ടില്ല. അല്ലെങ്കിൽ വിവാഹത്തിന്റേതുപോലെ അത്ര നിയമത്തിന് സപ്പോർട്ട് കിട്ടില്ല. നൂലാമാലകൾ കൂടുതലായിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാണെങ്കിൽ വിവാഹ ജീവിതമാണെങ്കിലും ലിവിംഗ് ടുഗദർ ആണെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്നൊന്നിനേക്കാൾ മെച്ചമാണെന്നോ മോശമാണെന്നോ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാനൊന്നും കഴിയൂല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. ലിവിംഗ് ടുഗദറിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും അതിൻ്റെതായ സക്സസ് ഇരിക്കുന്നത് ആ രണ്ട് വ്യക്തികളിലാണ്. സമൂഹം എന്ത് പറയുന്നു എന്ന് പേടിച്ച് ജീവിക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് എത്രത്തോളം വ്യക്തതയുണ്ട് എന്നതിലാണ്
എന്നുള്ളതിലാണ് കാര്യം. ഇവിടെ സാറയും അജിനും കാണിച്ചു തരുന്നത് പോലെ പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാമെന്ന് ഉറപ്പായതിനു ശേഷം വിവാഹത്തിലേക്ക് കടക്കുന്നത് ഒരു നല്ല രീതിയാണ്. എന്നാൽ എല്ലാവർക്കും അത് വർക്കൗട്ട് ആവണമെന്നില്ല. നിയമപരമായ സുരക്ഷയും ഫാമിലി സപ്പോർട്ടും നോക്കുന്നവർക്ക് എന്തുകൊണ്ടും കല്യാണം തന്നെ ആയിരിക്കും നല്ലത്. ഇനി അതല്ല, പരസ്പരം അറിഞ്ഞതിന് ശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്നവർക്ക് ലിവിംഗ് ടുഗദറും. ഏത് തിരഞ്ഞെടുക്കുമ്പോഴും അതിന്റെ പോസിറ്റീവ് വശങ്ങളും ശേഷം വരാനിരിക്കുന്ന റിസ്ക്കും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. എല്ലാത്തിനെയും അവസാനം സമാധാനമായി ജീവിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം. എന്താണ് ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം? ലിവിംഗ് ടുഗദർ ആണോ അത് അറേഞ്ച്ഡ് മാരേജ് ആണോ ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രായോഗികം?